കർണാടകയിലെ ശിരൂരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചേക്കും. 2 ദിവസത്തിനകം തീരുമാനമെന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. കെ.വി. ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, തീർത്തും ആശ്വാസകരമായ ഒരു വിവരമാണ് ശിരൂരിൽ നിന്ന് വരുന്നത്. വീണ്ടും അർജുനായുള്ള തിരച്ചിൽ ആരംഭിക്കും. അർജുന മാത്രമല്ല, മറ്റു 2 പേരും അവിടെയുണ്ട്. 3 പേരുണ്ട്. അവർക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചേക്കുമെന്നുള്ളത് തീർത്തും നമ്മളെ സംബന്ധിച്ച് ആശ്വാസമുള്ള വാർത്തയാണ്. അർജുനെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ വീണ്ടും നമ്മളിൽ മുളപൊട്ടുകയാണ് തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന വിവരം പുറത്തുവരുന്നതിലൂടെ, അല്ലേ? തീർച്ചയായും ഭവ്യ, തിങ്കളാഴ്ചയോട് കൂടി ഇത്തരത്തിൽ തിരച്ചിൽ പുനരാരംഭിക്കാനാണ് ഇപ്പോൾ ആലോചന. എന്തായാലും പുഴയുടെ നീരൊഴുക്ക് ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതായത് 4 നോട്ട്സ് ആണ് ഇപ്പോൾ വേഗതയുള്ളത്. ഇന്നും നാളെയും ഇതേ രീതിയിലുള്ള കാലാവസ്ഥ തുടർന്നാൽ തിങ്കളാഴ്ചയോട് കൂടി 2 നോട്ട്സിലേക്ക് അത് കുറയും. അതുകൊണ്ട് തിരച്ചിൽ എളുപ്പമാകും എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈശ്വർ മൽപ്പയാണ് തിരച്ചിൽ നടത്തുക. ഒപ്പം കാർവാറിൽ നിന്നുള്ള നേവിയുടെ സംഘവും ഉണ്ടാകും. ഇത് സംബന്ധിച്ച് കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥരുമായി കാർവാറിലെ നാവികസേന ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലാ കലക്ടർ നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പുഴയുടെ നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്, തിരച്ചിൽ പുനരാരംഭിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് എന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇത് സംബന്ധിച്ച് A.K.M. അഷ്റഫ് MLA കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയിരുന്നു. അദ്ദേഹം ഒരു ഉറപ്പ് നൽകിയിരുന്നു, തിങ്കളാഴ്ചയോട് കൂടി തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കാനാവും. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. ഇപ്പോഴും അർജുൻ ലോറി പ്രധാനമായും കണ്ടെത്തുക എന്നത് തന്നെയാണ് പ്രധാനം. കാരണം അതിന്റെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ സംഘം ഉള്ളത്. അതുകൊണ്ട് ലോറി പ്രധാനമായും പുറത്തേക്ക് എടുക്കുക. അതോടൊപ്പം ഈ പുഴയുടെ സമീപ പ്രദേശത്തായി വലിയ തോതിൽ മൺകൂനയുണ്ട്, അത് പരിശോധിക്കുക. ഇത് 2 കാര്യമാണ് പ്രധാനമായും ഉള്ളത്. എന്തായാലും ഈശ്വർ മൽപ്പ ഉണ്ടാകും, ഒപ്പം കാർവാറിൽ നിന്നുള്ള നാവികസേന അംഗങ്ങൾ ഉണ്ടാവും. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുമായി ബന്ധപ്പെടുന്നുണ്ട്. മുഹമ്മദ് റിയാസ് ആയിരിക്കും ഒരു പക്ഷേ തിങ്കളാഴ്ചയോട് കൂടി ശിരൂരിലെത്തുക. A.K.M. അഷ്റഫ് തിങ്കളാഴ്ചയോടുകൂടി ശിരൂരിലെത്തും. എന്തായാലും ജിതിൻ ഉൾപ്പെടെയുള്ള അർജുന്റെ ബന്ധുക്കൾ നാളെ രാവിലെ പുറപ്പെടും. നാളെ വൈകിട്ടോടുകൂടി ഈ ശിരൂരിലെത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ്. അവസാനമായി അർജുനെ ഒരു നോക്ക് കാണാൻ ആകുമോ എന്ന കഴിഞ്ഞ കുറേ ദിവസമായി ചോദിക്കുന്നത്. അതായത് 16-ാം തീയതിയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ ഏകദേശം 1 മാസത്തോട് അടുക്കുന്നു. അപ്പോഴും അർജുനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് 2 പേർ കൂടി കന്നഡിഗരായ 2 പേർ കൂടി ഉണ്ട്. ലോകനാഥും അതുപോലെ തന്നെ ജഗന്നാഥും. ഇവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തിരച്ചിൽ ഊർജിതമായി തന്നെ നടത്താൻ തന്നെയാണ് കർണാടക വീണ്ടും തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം, തിങ്കളാഴ്ച ഹൈക്കോടതി ഇത് സംബന്ധിച്ച ഒരു കേസ് പരിഗണിക്കുന്നുണ്ട്. ഇതിന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിക്കണമെന്ന് കർണാടക ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ തിരച്ചിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും തിങ്കളാഴ്ചയോടുകൂടി ഈ തിരച്ചിൽ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ശിരൂരിൽ നടക്കുന്നത്. ജില്ലാ കലക്ടർ അനുകൂലമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ശിരൂരിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച ഈ പുഴയുടെ നീരൊഴുക്ക് കൂടി കുറഞ്ഞ സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ പറ്റും. ഇനി ലോറിക്കകത്താണോ, അതായത് ചളിയിൽ പൂണ്ടുകിടക്കുന്ന, തല കീഴായി മറിഞ്ഞു കിടക്കുന്ന ഈ ലോറിക്കകത്താണോ അർജുൻ ഉള്ളത്, അതല്ല ഇതിന് സമീപത്ത് വലിയ തോതിൽ മൺകൂന ഉണ്ട്, അവിടെയാണോ ഉള്ളത്, ഇത് സംബന്ധിച്ച് കൃത്യമായ തെരച്ചിൽ നടത്തി കണ്ടെത്താൻ കഴിയുമെന്ന ഒരു വലിയ പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ബന്ധുക്കൾക്കും ഒപ്പം ഒരുപാട് പേർ കഴിഞ്ഞ കുറെ നാളായി 1 മാസത്തോളമായി കാത്തിരിക്കുന്ന ആ ചോദ്യത്തിന് ഉത്തരം നമുക്ക് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോടുകൂടി കിട്ടുമോ? ഇതാണ് ഏറ്റവും വലിയ ചോദ്യം. ഏതായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് കുടുംബങ്ങളും പങ്കുവച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു മൃതദേഹം ഒഴുകി പോകുന്ന നിലയിൽ കണ്ടെത്തിയെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. അത് അർജുനായിരിക്കുമോ എന്ന ചോദ്യം നമ്മൾ വീണ്ടും ആവർത്തിച്ചു. പക്ഷെ അപ്പോഴും അതായിരുന്നില്ല, അതൊരു മത്സ്യത്തൊഴിലാളിയായിരുന്നു. ഇപ്പോൾ വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് പ്രതീക്ഷയുണ്ട്, അർജുനിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. നിലവിൽ അവിടുത്തെ ഒരു കാലാവസ്ഥ അനുകൂലമാണ് എന്ന് തോന്നുന്നു, അല്ലേ, ഈ തിരച്ചിലിനായിട്ട്? കാരണം പുഴയുടെ നീരൊഴുക്കൊക്കെ കുറയുന്നൊരു സാഹചര്യമാണ് എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ബൈജു, ഏറ്റവും പ്രധാനമായി അറിയേണ്ടത്, എന്നത്തേക്ക് ഈ തിരച്ചിൽ ഉണ്ടാകുമെന്നൊരു സൂചന എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ ബൈജുവിന്? തീർച്ചയായും ഗംഗാവലിയുടെ പുഴയുടെ ഒരു പ്രത്യേകത, ഈ കൊങ്കൺ മേഖലയിലെ മുഴുവൻ നദികളും വന്നു ചേരുന്നത് ഗംഗാവലിയിലാണ്. അതുകൊണ്ട് തന്നെ വലിയ കുത്തൊഴുക്കായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം. ഏതായാലും ഭവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ മേഖലകളിൽ മഴ വളരെ കുറവാണ്. ഇന്ന് പൂർണ്ണമായും മഴ മാറിയ ഒരു സാഹചര്യം തന്നെയാണ്. ഇതേ കാലാവസ്ഥ ഇനി നാളെയും മറ്റന്നാളും കൂടി ലഭിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാവും തിരച്ചിൽ. അത് തന്നെയാണ് ജില്ലാ കലക്ടർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ചയോട് കൂടി
തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ശിരൂരിൽ നടക്കുന്നത്. ഇതിൽ നാവികസേന തിരച്ചിൽ മുങ്ങൽ വിദഗ്ധർ ഇത്തരത്തിൽ തിരച്ചിലിന് സജ്ജമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കൊച്ചി നാവികസേന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് ഇവർ ആശയവിനിമയം നടത്തുന്നുണ്ട്. ഒപ്പം ഈശ്വർ മൽപ്പ ആയിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ഈശ്വർ മൽപ്പയും സംഘവുമായിരിക്കും തിങ്കളാഴ്ചയോടുകൂടി തിരച്ചിൽ ആരംഭിക്കുക. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈശ്വർ മൽപ്പ ഈ പ്രദേശത്ത് എത്തിയിരുന്നു. പക്ഷേ ഈ പുഴയുടെ നീരൊഴുക്ക് വർദ്ധിച്ചത് കാരണം അദ്ദേഹത്തിന് അനുമതി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ തിരച്ചിൽ നീണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇനി ആ രീതിയിലല്ല കാര്യങ്ങൾ. പുഴയുടെ നീരൊഴുക്ക് വല്ലാതെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അർജുനിലേക്ക് എത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും പ്രധാനം അർജുൻ ഈ ക്യാബിനകത്തുണ്ട് എന്നാണ് രക്ഷാ ദൗത്യ സംഘങ്ങൾ ഇപ്പോഴും വിലയിരുത്തുന്നത്. അങ്ങനെയാണെങ്കിൽ അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാലാവസ്ഥ അനുകൂലമാണെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ കുറച്ച് ദിവസമായി അവിടെ കാലാവസ്ഥ അനുകൂലമാണെന്ന് ബൈജുവും പറയുകയുണ്ടായി. ഏറ്റവും പ്രധാനമായി അർജുൻ ആ ക്യാബിനകത്ത്, ലോറിയുടെ ക്യാബിനകത്ത് തന്നെ ഉണ്ട് എന്ന് രക്ഷാ ദൗത്യം ഏകോപിപ്പിക്കുന്ന ആളുകൾ തന്നെ, അധികൃതർ തന്നെ കൃത്യമായി ഉറപ്പിച്ച് പറയുന്ന പശ്ചാത്തലം. അതോടൊപ്പം തന്നെ ഞാൻ എന്തിനും തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈശ്വർ മൽപ്പയെ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. അങ്ങനെ എല്ലാം കൂടെ നമുക്ക് ഏകദേശം അനുകൂലമായി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ ഈശ്വർ മൽപ്പയുമായി ഇതിനുശേഷം ബൈജുവിന് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ നീരൊഴുക്ക് കുറഞ്ഞ പശ്ചാത്തലത്തിൽ അർജുനിലേക്ക് എത്താനാകുമെന്ന് അദ്ദേഹം ഒരു ഉറപ്പ് നമുക്ക് നൽകുന്നുണ്ടോ? എന്താണ് അദ്ദേഹം പറയുന്നത്? തീർച്ചയായും ഭവ്യ, ഞാൻ ഈശ്വർ മൽപ്പയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇനി തിങ്കളാഴ്ച തിരച്ചിൽ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നാളെ വൈകിട്ടോടുകൂടി ശിരൂരിൽ എത്തുമെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് 3 മണിക്കൂർ ദൂരം യാത്ര മാത്രമേ ഉള്ളൂ ഈ ശിരൂരിലേക്ക്, അദ്ദേഹം താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട്. മാത്രമല്ല വലിയ തോതിൽ ഇത്തരത്തിൽ പുഴയിൽ തിരച്ചിൽ നടത്താൻ നേരത്തെ തന്നെ നിരവധി ഇടങ്ങളിൽ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയ ഒരാൾ കൂടിയാണ് അദ്ദേഹം. പുഴയുടെയും കടലിന്റെയും ഒക്കെ കൃത്യമായ സ്വഭാവം അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് നേവിയും അദ്ദേഹത്തിന്റെ സഹായം തേടിയത്, ജില്ലാ ഭരണകൂടവും അദ്ദേഹത്തിന്റെ സഹായം തേടിയത്. ഈശ്വർ മൽപ്പ നാളെ വൈകിട്ടോടുകൂടി ശിരൂരിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ലോറി ഉടമയായ മനാഫ് ഇപ്പോൾ ശിരൂരിലുണ്ട്. ജിതിൻ നാളെ വൈകിട്ടോടുകൂടി എത്തും. ജിതിൻ മാത്രമല്ല അർജുന്റെ സഹോദരൻ ജിതിനും അർജുനും സഹോദരൻ രഞ്ജിത്തും സ്ഥലത്തെത്തുന്നുണ്ട്. അവരെല്ലാം തന്നെ എത്തുന്നുണ്ട്. ഏതായാലും അവർക്ക് വലിയ പ്രതീക്ഷ തിങ്കളാഴ്ച തന്നെ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ്. ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനിയിപ്പോൾ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരുടെ ഒരു ഇടപെടൽ കൂടി ഇതിന് ആവശ്യമാണ്. മന്ത്രി മുഹമ്മദ് റിയാസുമായി ഇന്ന് ആശയവിനിമയം നടത്തുമെന്നാണ് AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ളവർ അറിയിച്ചത്. അങ്ങനെയാണെങ്കിൽ തിങ്കളാഴ്ച തന്നെ തിരച്ചിൽ ആരംഭിക്കുന്നതിൽ ഭവ്യ സൂചിപ്പിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ട് എന്ന ഒരു നിഗമനം തന്നെയാണ് ഈ രക്ഷാദൌത്യ സംഘത്തിനുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോറി പുറത്തേക്ക് എടുക്കാനായിരിക്കും ആദ്യം പരിഗണന. അതിന് ലോറിക്കകത്ത് ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്ന് നോക്കണം. ഏതായാലും വലിയ ചെളിയിൽ പൂണ്ട് കിടക്കുന്ന രീതിയിൽ തല കീഴായി മറിഞ്ഞ നിലയിലാണ് ഈ ലോറി ഉള്ളതെന്ന് നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ലോറി പുറത്തേക്ക് എടുക്കാൻ ഇപ്പോൾ നീരൊഴുക്ക് കൂടി കുറഞ്ഞ സാഹചര്യത്തിൽ ഇതിൽ സ്റ്റീൽ ഹുക്കിട്ട് ഈ ലോറി മുകളിലേക്ക് ഉയർത്താനായിരിക്കും ആദ്യം ശ്രമിക്കുക. അതിനുശേഷം ഈ ലോറിയിൽ കൃത്യമായ പരിശോധന നടത്തും. അതല്ലെങ്കിൽ അതിന് തൊട്ട് സമീപത്തായി വലിയ തോതിൽ മൺകൂന, ഈ മരങ്ങളൊക്കെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവിടെ ഉണ്ടായിരുന്ന കടയുടെ സമീപം ഉണ്ടായിരുന്ന 2 വലിയ ആൽമരങ്ങളൊക്കെ ഈ പ്രദേശത്ത് തന്നെയുണ്ട്. അതായത് മാർക്ക് 4 ആണ് ഇതിൽ ഏറ്റവും പ്രധാനം ലോറിയുള്ള ഒരു ഇടം. ആ മാർക്ക് 4ലായിരിക്കും കൃത്യമായ ആദ്യം തന്നെ പരിശോധന നടത്തുക. അങ്ങനെയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ലോറി പുറത്തേക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യം, അതിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട്. മഴ ഇപ്പോഴും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ വളരെ കുറവാണ്. ഇന്നും നാളെയും ഇതേ അവസ്ഥ തുടർന്നാൽ ഏകദേശം തിങ്കളാഴ്ചയോടുകൂടി 2 നോട്ട്സ് വേഗത അടിയൊഴുക്കുണ്ടാകും. അങ്ങനെയാണെങ്കിൽ നേവിയുടെ മുങ്ങൽ വിദഗ്ധർക്കും വളരെ എളുപ്പത്തിൽ ഈ തിരച്ചിലിന് ഈശ്വർ മൽപ്പയ്ക്കൊപ്പം ഇറങ്ങാൻ സാധിക്കും. അത് തന്നെയാണ് ഏതായാലും ജില്ലാ ഭരണകൂടം, ജില്ലാ കലക്ടറും അവിടുത്തെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം കൂടി നൽകിയിരിക്കുന്ന റിപ്പോർട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ തിരച്ചിൽ ആരംഭിക്കാൻ ഏതായാലും കർണാടക ചീഫ് സെക്രട്ടറി നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഉത്തരവിറങ്ങും. നേവിയുമായി ചീഫ് സെക്രട്ടറി സംസാരിച്ചിരുന്നു. അവർ ഏത് സമയത്തും തയ്യാറാണെന്നാണ് നേവി അറിയിച്ചിട്ടുള്ളത്. ഈശ്വർ മൽപ്പയും നാളെ വൈകുന്നേരത്തോടുകൂടി ഈ ശിരൂരിലെത്തുന്ന സാഹചര്യം കൂടി ഉണ്ട്. ഏതായാലും നമുക്ക് ഇപ്പോൾ കാര്യങ്ങൾ അനുകൂലമായ ഒരു സാഹചര്യം തന്നെയാണ്. കാലാവസ്ഥയായാലും അതുപോലെ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും. അതുകൊണ്ട് തിങ്കളാഴ്ച തന്നെ ഈ തിരച്ചിൽ പുനരാരംഭിക്കും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബവും പങ്കുവെക്കുന്നത്. ഭവ്യ, തീർച്ചയായും കേരളത്തിന്റെ പ്രതീക്ഷ പോലെ തന്നെ വീണ്ടും ഗംഗാവലി പുഴയിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. KV ബൈജുവാണ് വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.